ഹായ് ഹലോ കാറ്റത്ത് കിളിക്കൂടിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാത്രിയിൽ ഒരു വീഡിയോ കണ്ട് ചിരിച്ചിരിക്കുന്ന നിധിയെ കണ്ടതും അവളുടെ ഫോണിലേക്ക് എത്തിപ്പാളി നോക്കുന്നുണ്ട്. അവളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോ റീൽസ് കാണാമായിരിക്കും. അങ്ങനെ അവിടെ ഒരു അവലോസുണ്ടയുടെ ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടതും നിധിയാണെങ്കിലോ അതിന് ലൈക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഇങ്ങനെ മനസ്സിൽ പറയും, ഓ അവലോസുണ്ട അവൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നാളെ അവൾക്ക് വേണ്ടി അവലോസുണ്ട വാങ്ങിയാലോ. കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട, എൻ്റെ കൈക്കൊണ്ട് സ്വയം കുക്ക് ചെയ്താൽ അത് അവളെ ഒരുപാട് ഇഷ്ടപ്പെടും, അവൾക്ക് ഒരുപാട് ഇമ്പ്രസ് ചെയ്യിപ്പിക്കും. അങ്ങനെ നിധി രാവിലെ ഇങ്ങനെ ജോലിക്ക് പോകുന്ന ആ ഒരു സമയത്ത് നിധിയെ അടുത്ത് ഞാൻ കൊണ്ടുവിടാം എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട്. വേണ്ട, എനിക്ക് നടന്നു പോകാനറിയാം, കുറച്ച് നടന്നാൽ ബസ് കിട്ടും. അയ്യോ നിധി, നടന്ന് ക്ഷീണിക്കേണ്ടല്ലെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഞാൻ കൂടെ കൂട്ടാൻ വരാം. അതും വേണ്ട, എനിക്ക് പോവാനും വരാനും അറിയാം, സുധീഷ് കഷ്ടപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ആകെ ഒരു ചിരി ചിരിക്കുന്നുണ്ട് നികേഷ്. നികേഷിൻ്റെ നേരത്ത് ഒരു ഗോഷ്ടി കാണിച്ചുകൊണ്ട് സുധീഷ് പിണക്കത്തിൽ അകത്തേക്ക് പോവാട്ടോ. അങ്ങനെ അവനാണെങ്കിലോ അവലസം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. ആ സമയത്ത് സുധീഷ് ചോദിക്കും, സുധീഷിൻ്റെ അടുത്ത് നികേഷ് ചോദിക്കും, ഇതെന്താ പതിവില്ലാതെ സുധീഷ് ഏട്ടൻ്റെ കയ്യിലൊരു കവറൊക്കെ. അതെ, നീ കണ്ടോ ഞാൻ എങ്ങനെ കുക്ക് ചെയ്യുമെന്ന്, നിന്നെ കണ്ടു പഠിക്ക്. ഓ, കുക്കിംഗ് ചെയ്യാനോ, ഇതെന്തൊരു അത്ഭുതം, പുറത്ത് മഴയൊന്നും പെയ്യുന്നില്ലല്ലോ. സുധീഷേട്ടന് വെട്ടി വിഴുങ്ങിയിട്ടല്ലേ പരിചയമുള്ളൂ, അല്ലാതെ കുക്കയിട്ട് വല്ല പരിചയമുണ്ടോ. എടാ മിണ്ടാതെ അവിടെ ഇരുന്നോണം, തരുന്നത് തിന്നിട്ട് അടങ്ങി ഒതുങ്ങിയിരുന്ന വേണമെങ്കിൽ പഠിച്ചോ എന്ന് പറഞ്ഞ് ദേഷ്യത്തിലങ്ങ് കിച്ചണിലേക്ക് പോവാട്ടോ. എന്നിട്ട് ഫോണിൽ യൂട്യൂബ് ഓണാക്കി അവലോസുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി ഒക്കെ സെറ്റായി വരാണ്. ആ സമയത്താണെങ്കിലും കിച്ചണിൽ ആകെ പാത്രമൊക്കെ പരത്തി ആകെ കച്ചറാക്കിയിട്ടുണ്ടാവും. ഒരു 2-3 ദിവസം കുക്ക് ചെയ്ത പോലെ രീതിയിലാണ്. പുറകിൽ വന്ന് നികേഷും ഹരീഷും സുഭാഷ് ചേട്ടനും ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ. എന്താ ഈ ഒരു അവസ്ഥ എന്നറിയാൻ. അപ്പോഴേക്കും അവലോസണ്ടൊക്കെ റെഡി ആയിട്ട് ഒരു വിധത്തിൽ റെഡിയാക്കി സുധീഷ് ഇങ്ങനെ ആ ഒരു പാത്രത്തിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഒരു കവർ ചെയ്ത് വെക്കട്ടെ. ഇപ്പം എങ്ങനെയുണ്ട് എടാ, നീ കുക്ക് ചെയ്താണോ ഒരു അവലോസണ്ട ഉണ്ടാക്കാനാണോ ഈ അടുക്കള ഇങ്ങനെ യുദ്ധ ഭൂമിയാക്കി മാറ്റിയത്. അപ്പോൾ അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് പറഞ്ഞത് ശരിയാണ്, ആകെപ്പാടെ അലങ്കോലായി കിടക്കുന്നത്. അത് പിന്നെ സുഭാഷ് ചേട്ടാ, എനിക്ക് കുക്കിങ്ങിനൊന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് നീ ഇപ്പം എന്താ അവലോസം ഉണ്ടാക്കാൻ കാരണം, നിനക്കിപ്പോൾ ഇത് എന്ത് പറ്റി. അതെ, ഇത് നിധിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഓ, വെറുതെ അല്ല, ഇവൻ ഇന്ന് ഒരു പാചകവും ചെയ്യാത്ത ഇവൻ ഈ കിച്ചണിലേക്ക് കയറിയപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയിരുന്നു. എന്നിട്ട് നിൻ്റെ അവലോസട്ട എങ്ങനെയുണ്ട്, നോക്കട്ടെ, നല്ല സ്മെല്ലുണ്ട്, ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് വരുമ്പോൾ, എടാ ഒരെണ്ണത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ നിൻ്റെ കൈ ഞാൻ വിട്ടു, പിന്നെ ഇത് ആർക്ക് തിന്നാനാ, ഇത്രയും കുറേ എന്തായാലും ഏട്ടത്തി കഴിക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. എടാ നീ ഇത് തൊട്ടാലുണ്ടല്ലോ നിൻ്റെ കൈ വെട്ടും, ഞാൻ പറഞ്ഞല്ലോ, നീ ഇത് കഴിച്ചിട്ട് നിങ്ങളെല്ലാവരും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ വരാനായിട്ട് വെയിറ്റ് ചെയ്യാട്ടോ. അങ്ങനെ വരുന്ന സമയമായിട്ടും നിധി കാണുന്നില്ല. അവനാണെങ്കിൽ ആ ഉമ്മറത്തോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരിക്കും. ഇതെന്താ ഇത്രയും സമയമായിട്ട് നിധിയെ കാണാത്തത്, ഇനി ബസ് മിസ്സായോ. അപ്പോഴേക്കും സുഭാഷേട്ടൻ വന്നിട്ട് ചോദിക്കും, എന്താടാ സുധീഷേ, നിധി കാണുന്നില്ലല്ലോ, അവളെന്താ വരാൻ വൈകുന്നത്, നിന്നെ വിളിച്ചായിരുന്നോ. ഇല്ല സുഭാഷേട്ടാ, ചിലപ്പോൾ ബസ് മിസ്സായിട്ടുണ്ടോ. എടാ ഒന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ നിധിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അത് ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാട്ടോ മറുപടി കിട്ടുന്നത്. ഇവൾ ഫോൺ ഓഫായോ, ഇനിയിപ്പോൾ ഇന്നലെ രാത്രി ചാർജ് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും. അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്ത് നേരം സദ്യയായിട്ടും നിധിയെ കാണുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ അങ്ങനെ ഭയക്കുന്നുണ്ട്. എടാ ഒന്ന് അന്വേഷിച്ച് പോയേക്കാം, ബസ് സ്റ്റാൻഡിൽ വരെ നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ സുധീഷും ഹരീഷും കൂടെ നിധി വരുന്ന ബസ് സ്റ്റോപ്പിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്നാൽ അവിടെ ഒന്നും കാണുന്നില്ല. ഇതെവിടെ പോയി. അങ്ങനെ അവരുടെ കൂട്ടുകാരുടെ അടുത്ത് ആ ഹോസ്റ്റലിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. നിധി അവിടെ എങ്ങാനും വന്നോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ കൂട്ടുകാർ പറയും, അവൾ ഇന്ന് നേരത്തെ ഇറങ്ങിയല്ലോ, എന്താ കാര്യം, ഇന്ന് വീട്ടിലെന്തോ വിശേഷം ഉണ്ടെന്ന് തോന്നി, അവൾ നേരത്തെ ഇറങ്ങുന്നത് കണ്ടു, നിധി എന്താ വീട്ടിലെത്തിയില്ല. ഇല്ല. അപ്പോഴേക്കും അവരാകെ ഭയക്കാട്ടോ, എന്ത് പറ്റിയെന്ന് അറിയാതെ. അങ്ങനെ അവരൊക്കെ അവിടെ ആകെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും നിധി അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ പോലീസിൽ പരാതി കൊടുക്കാമെന്ന് സുഭാഷ് പറയുമ്പോൾ അവർ പോലീസിൽ പരാതി കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്താണ് വഴിയിൽ വെച്ച് നിധിയുടെ ഹാൻഡ് ബാഗ് അവർക്ക് കിട്ടണം കേട്ടോ. ഹാൻഡ് ബാഗ് നിധിയുടെ ബാഗാണല്ലോ. അതെ, ഈ ആളൊഴിഞ്ഞ സ്ഥലത്ത് അവളുടെ ബാഗ് എങ്ങനെ വന്നു. അങ്ങനെ അവർ ആ ഭാഗത്തൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഒരു പിടിവലി നടന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട് കേട്ടോ. നിധിയുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പിവള എല്ലാം പൊട്ടി താഴെ കിടക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവാണ് നിധിക്ക് എന്തോ സംഭവിച്ചെന്ന കാര്യം. അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അന്ന് സുധീഷിനെ അറസ്റ്റ് ചെയ്ത പോലീസുകാരനായതുകൊണ്ട് അത്ര തന്നെ ഇത് ഗൗരവമായി എടുക്കുന്നില്ല കേട്ടോ. അയാൾ അവരെ അപമാനിച്ചവിടെ നിന്ന് പറഞ്ഞു വിടാം, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആ പെങ്കൊച്ചിനെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും എന്ന മട്ടിൽ ആ ഒരു പോലീസുകാരൻ ഇങ്ങനെ സംസാരിക്കുകയാണ്.
നമുക്ക് നമ്മുടെ രീതിയിലൊന്ന് അന്വേഷിക്കാം. എന്തായാലും ഈ ഭാഗത്തുള്ള CCTV പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും നിധിക്ക് എന്താ സംഭവിച്ചെന്ന്. ഇവിടെ അങ്ങനെ CCTV ഉണ്ടാവാൻ അവർ യാതൊരു കാര്യവുമില്ല. കാരണം ഈ ആളൊഴിഞ്ഞ സ്ഥലത്ത് എന്തിന് CCTV വെക്കണം? പിന്നെ നിധി ഓഫീസിൽ നിന്നിറങ്ങി ഈ റൂട്ടിൽ എങ്ങനെ വന്നു? എന്താണ് സംഭവിച്ചത്? അവർക്ക് ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കുറച്ച് ദൂരെയായിട്ട് ഒരു ഷോപ്പ് കാണുന്നുണ്ട്. അവിടെ CCTV ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് അവിടേക്ക് പോയി നോക്കാം. അവർ പറഞ്ഞ ആ റൂട്ടിലായിരിക്കുമല്ലോ നിധി വന്നിട്ടുണ്ടാവുക. അങ്ങനെ അവിടുത്തെ കടയുടെ ആളോട് പറഞ്ഞുകൊണ്ട് തന്നെ അവരവിടുത്തെ CCTV ദൃശ്യം അതിലൂടെ പോയിരുന്ന ആ ഒരു വാഹനങ്ങളെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പ്രത്യേകിച്ചും അവർക്കൊന്നും കിട്ടുന്നില്ല. എന്നാൽ ആ ഒരു സമയത്താണ് അതിലൂടെ സൂര്യ കാറ് അതിലൂടെ പോവുകയും ആ കാറിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ട് അവർ പരസ്പരം നോക്കുന്നുണ്ട്. അത് മറ്റാരും ആയിരിക്കില്ല, സൂര്യ ആയിരിക്കും. സൂര്യ ഒരു വെള്ള ബോട്ടിലും പിന്നെ കുറച്ച് സീറ്റ്സ് എല്ലാം വാങ്ങിക്കൊണ്ട് കാറിനകത്തേക്ക് പോകുന്നതും കാണാമായിരുന്നു. പ്രത്യേകിച്ചൊരു ഇതും തോന്നിയില്ല. അവരെന്തിനാ ഈ റൂട്ടിൽ വന്നത്? നിധിയും ഈ റൂട്ടിൽ വന്നിട്ടുണ്ടല്ലോ, എന്താണ് സംഭവം? തൽക്കാലം അവൻ തന്നെയായിരിക്കും അവളെ പൊക്കിയിട്ടുണ്ടാവുക. അവൻക്ക് അവളോട് അത്രയും പകയുണ്ടാവും. അങ്ങനെ നിധിയെ അച്ഛനെ വിവരം അറിയിച്ചാലോ? അത് വേണ്ട, നമ്മളുടെ കൂടെയല്ലേ അവള്. അവൾക്ക് എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദിത്തം നമുക്കായിരിക്കും. അവളെ അച്ഛനെ അറിയിച്ചാൽ ചിലപ്പോൾ അത് കേസൊക്കെ പല രീതിയിൽ മാറ്റിമറിക്കും. മകളെ നമ്മൾ കൊന്നു കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്ത് നമ്മളെ കൊടുക്കാൻ വേണ്ടി നോക്കും. തൽക്കാലം ഇന്ന് രാത്രി ഇങ്ങനെ പോട്ടെ, നമുക്ക് അന്വേഷിക്കാം. അങ്ങനെ അവർ 4 പേരും കൂടെ 4 ഭാഗത്തേക്കായിട്ട് പോവാണ് കേട്ടോ. ഹരീഷും സുധീഷും കൂടെ ഒരു ബൈക്കിൽ ഒരു ഭാഗത്തേക്കും സുഭാഷും നികേഷും കൂടെ മറ്റൊരു സ്ഥലത്തേക്കും അങ്ങനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും നിധി എവിടെയാണെന്ന് അവർക്കൊരു സൂചനയില്ല. അച്ഛനാണെങ്കിലോ വലിയ ടെൻഷനിലാണ്. അവൾ എവിടെ പോയതായിരിക്കും? അങ്ങനെ രാവിലായിട്ടും നിധിയെക്കുറിച്ച് യാതൊരു വിവരമില്ല. ഒരു ദിവസം രാത്രി കഴിഞ്ഞിരിക്കുന്നു. സുഭാഷ് ഏട്ടാ, നിധി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, നിധി എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയിരുന്നു സുധീഷ്. അന്നേരത്തെ നികേഷ് പറയും, ഇതിപ്പോൾ സുധീഷേട്ടൻ പറഞ്ഞാൽ തോന്നുമല്ലോ സുഭാഷ് ഏട്ടനാണ് നിധിയെ തട്ടിക്കൊണ്ടുപോയതെന്ന്. ഏടത്തിക്കൊന്നും സംഭവിക്കില്ല, നമുക്ക് അന്വേഷിക്കാം. നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഒരു രാത്രി അവൾ എവിടെയാണ്, അവൾക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ എന്നെക്കൊണ്ട് വയ്യ. അങ്ങനെ അവർ വീണ്ടും പല ഭാഗങ്ങളിലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് സൂര്യയെ വീണ്ടും പുറത്ത് ഭക്ഷണപ്പൊതിയായിട്ട് പോകുന്ന സൂര്യയെ ഇവർ കാണാട്ടോ വയൽ വെച്ച്. അവൻ ഈ ഭാഗത്തെ തന്നെ എന്താ കറങ്ങി നടക്കുന്നത്? അവൻ്റെ കയ്യിൽ എന്തോ ഭക്ഷണം ഉണ്ടല്ലോ, നമുക്ക് അവനെ ഫോളോ ചെയ്ത് നോക്കാം. അങ്ങനെ സുധീഷും നികേഷും കൂടെ ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് സുധീഷും ഹരീഷും കൂടെ ആട്ടോ പോകുന്നത്. ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് തന്നെ അവൻ്റെ പുറകെ പോകുന്നുണ്ട്. അവൻ കുറേ ദൂരെ പോകുമ്പോൾ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് അവൻ കയറി പോവാണ്. അവൻ മാത്രമല്ല, അവൻ്റെ കൂടെ മറ്റു 2-3 പേരുണ്ടാവും. ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന പേരെയും കാണുന്നുണ്ട്. അവർ തീറ്റയും കൂടിയായിട്ട് ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. സൂര്യ അന്നേരത്ത് അവരെ നോക്കി പറയും, എടാ നിങ്ങൾക്ക് ഏത് സമയം ഈ ഒരു കള്ളുകൂടി മാത്രമേ ഉള്ളൂ? അവളൊന്ന് ശ്രദ്ധിക്കടാ, ഈ ഭക്ഷണം പോലും നിങ്ങളാ വാങ്ങിക്കൊണ്ട് വരേണ്ടത്. എന്നെ പറഞ്ഞാച്ചി, എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് ഞാൻ കുറേ സമയം ഇരിക്കട്ടെ, അതിന് പോലും നിങ്ങൾ അനുവദിച്ചില്ല. അണ്ണ, ഞങ്ങൾ പുറത്തിറങ്ങിയാൽ ആളുകൾ ഞങ്ങളെ സംശയിക്കും, അതുകൊണ്ടല്ലേ സാറിനെ തന്നെ പറഞ്ഞു വിട്ടത്. ഓ ശരി എന്ന് പറഞ്ഞ് സൂര്യ അകത്തേക്ക് കയറി പോവാട്ടോ. അപ്പോൾ ഈ സുധീഷിനും ഹരീഷിനും ഉറപ്പാവാണ് അതിനുള്ളിൽ എന്തായാലും നിധി ഉണ്ടാവും. നിധിക്ക് വേണ്ടിയാണ് ഭക്ഷണം കൊണ്ടുപോകുന്നത്. എന്തിനായിരിക്കും നിധി അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുക? നിധി സ്വമാധം വന്നതായിരിക്കുമോ? ഏട്ടത്തി ഒരിക്കലും അറിവോടെ വന്നതായിരിക്കില്ല. ഏട്ടത്തിയെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ മയക്കിയോ ആയിരിക്കും അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുക. അങ്ങനെ അവർ രണ്ടുപേരും വീടിൻ്റെ പുറകുവശത്തിലൂടെ പോവാട്ടോ. പൊട്ടിപ്പൊളിഞ്ഞ വീടായതുകൊണ്ട് അവർ പല ഭാഗങ്ങളിൽ പിടിച്ച് കയറാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും സാധിക്കുന്നില്ല. അങ്ങനെ ഒരു വാതിലില്ലാത്ത ഒരു ജനവാതിലുണ്ടാവും. അതിൻ്റെ കമ്പിക്കിടയിലൂടെ നോക്കുമ്പോൾ നിധിയുടെ മുഖം മാത്രം കാണാട്ടോ. നിധി ബോധം കെട്ട് ഒരു തറയിൽ കിടക്കാന്ന് മനസ്സിലായി. ആ സമയം സൂര്യ അവളുടെ അകത്തേക്ക് വരുന്നത്, നിധി എണീക്ക് നിധി, നീ എന്നോട് ഞാൻ എത്ര പറഞ്ഞു എന്നെ ഉപേക്ഷിച്ച് പോവല്ലെന്ന്? എനിക്ക് മോഹം തന്നിട്ട് നീയല്ലേ ആ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയത്? എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്ത പോലെ നീ കിടക്കുന്നത്. നിന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്താ ഭംഗി. ഇനിയിപ്പോൾ നിനക്ക് എന്ത് സംഭവിച്ചാലും നിൻ്റെ അച്ഛൻ എന്നെ സംശയിക്കില്ല, ആ ഡ്രൈവറെയും കുടുംബത്തെയും തന്നെ സംശയിക്കാണ്. നിന്നെ ഞാൻ അങ്ങ് കൊന്നു കളഞ്ഞാലോ? നീ അങ്ങനെ ആ ഡ്രൈവറുടെ കൂടെ ജീവിക്കേണ്ട. പക്ഷേ നിനക്ക് ബോധം വന്നിട്ട് നിന്നോട് എനിക്ക് അല്പം സംസാരിക്കണം, എന്നിട്ട് മാത്രമേ ചേട്ടൻ നിന്നെ കൊല്ലത്തുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധിയുടെ മുഖത്തേക്ക് വെള്ളം കുടയുന്നുണ്ട് കേട്ടോ. നിധി പെട്ടെന്ന് കണ്ണ് തുറക്കാണ്. സൂര്യയെ കണ്ടതും അവൾ അലർച്ചയാണ്. എടാ ദുഷ്ട, നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിന്നെ ഞാൻ വെച്ചേക്കില്ല.
നിന്നെ ഇവിടെ നിന്ന് എത്ര നിലവിളിച്ചാലും ആരും കേൾക്കാൻ പോകത്തില്ല. എൻ്റെ ഭർത്താവുണ്ടല്ലോ സുധീഷ്, അവൻ അറിഞ്ഞാൽ നിന്നെ വെറുതെ വിടില്ല. ഇത് കേട്ടപ്പോൾ സുധീഷിന് കുളിരി കോരുന്ന പോലെ തോന്നിട്ടാ, ഓ ആ തെണ്ടി ഡ്രൈവർ എന്ത് ചെയ്യാനാടി, നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരാൻ പോകുന്നില്ല. എടാ എൻ്റെ ഭർത്താവിനെ തെണ്ടിയെന്ന് വിളിച്ചാലുണ്ടല്ലോ നിന്നെക്കാളും അന്തസ്സ് അയാൾക്കും അയാളുടെ വീട്ടുകാർക്കുണ്ട്. നിന്നെപ്പോലെ പണവും പത്രാസും ഇല്ല എന്ന് എനിക്കറിയാം, പക്ഷേ അഭിമാനം ഉണ്ടടാ, അവർക്ക് ഒരു അന്തസ്സുണ്ട്. പക്ഷെ നീ ഇപ്പോൾ ചെയ്യുന്നതോ മറ്റൊരുത്തൻ്റെ ഭാര്യയെ സ്വന്തമാക്കാനായിട്ട് തട്ടിക്കൊണ്ടുവരുന്നു. നിനക്ക് ഉളുപ്പുണ്ടടാ എന്ന് ചോദിച്ച് നിധി അവൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പാണ്. അത് കണ്ടതും സൂര്യ ഞെട്ടലോടെ പറയുന്നുണ്ട്, ഓ നിന്റെ വീറ് ഒട്ടും കുറഞ്ഞിട്ടില്ലല്ലോ നിധിക്കുട്ടി, നിനക്ക് ഇത്രയും വീറും ഉഷറുണ്ടെന്ന കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ നിന്നെ ഞാൻ ആ ഡ്രൈവറുടെ കൂടെ വിടത്തില്ല. നീ എന്താ കരുതിയത്? എന്നെ നീ സൈക്കോ എന്ന് വിളിച്ചു, എന്നെ നീ വേദനിപ്പിച്ചു. എനിക്ക് തിരിച്ചങ്ങോട്ട് തരേണ്ടേ? അവ നിന്നെ കാണാതെ നേട്ടോട്ട് ഓടുന്നുണ്ടാവും. ഇന്നലെ ഞാൻ അവിടെയൊക്കെ പോകുന്ന സമയത്ത് നിന്റെ ഭർത്താവും നിന്റെ ഭർത്താവിൻ്റെ ചേട്ടനും അനിയന്മാരും കൂടെ നിനക്ക് വേണ്ടി ആകെ തിരച്ചിലാണ്. അവർക്കൊരിക്കലും നിന്നെ കിട്ടാൻ പോകത്തില്ലെന്ന് അവർക്കറിയില്ലല്ലോ. പക്ഷേ നിധി, എനിക്ക് നിന്നെ കിട്ടിയില്ലെങ്കിലും ആ ഡ്രൈവറെ നിനക്ക് ഞാൻ കൊടുക്കില്ല. നിന്നെന്തായാലും അവൻക്ക് ഞാൻ കൊടുക്കില്ല. ഇത്രയും കാലം നീ അവൻ്റെ കൂടെ ജീവിച്ചില്ലേ, അത് പോട്ടെ. പക്ഷേ ഇനി നിധി, നീ ഈ ഭൂലോകത്ത് വേണ്ട. എന്തായാലും നിന്നെ കൊന്ന കേസിൽ അവൻ ജയിലിൽ പോവും. നിന്റെ അച്ഛൻ അവനെ കോടതിയിലും ജയിലിലും കയറ്റിയിറക്കും. പക്ഷേ ഈ സൂര്യ അപ്പോഴും പറന്ന് എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ പോവും. അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു പകയുണ്ടാവില്ലല്ലോ. ഇപ്പോൾ എൻ്റെ മനസ്സ് നിറയെ നിധി നിന്നോടുള്ള പകയാണ്. അങ്ങനെ ഒരിക്കൽ പോലും നിന്നെ തൊടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴാ ഞാൻ ആഗ്രഹം പൂർത്തിയാക്കുവാണെന്ന് പറഞ്ഞ് അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവളെ കിസ് ചെയ്യാൻ വേണ്ടി വരുന്നതും ഒറ്റ ചവിട്ടായിരിക്കട്ടോ സൂര്യ അങ്ങ് തെറിച്ച് വീയാണ്. എടാ എൻ്റെ പെണ്ണിനെ തൊടുന്നടാ എന്നും ചോദിച്ചുകൊണ്ട് തന്നെ നിധി അവരെ കണ്ടതും ഒരാശ്വാസമാവാൻ നിധി പിടഞ്ഞെണീക്കുന്നുണ്ട്. നിധിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് സുധീഷും. പേടിക്കേണ്ട നിധി, നിനക്കൊന്നും സംഭവിക്കില്ല, ഇവനെ ഞാൻ വെച്ചേക്കില്ല. അങ്ങനെ നികേഷും സുധീഷും കൂടെ ഹരീഷും സുധീഷും കൂടെ നല്ല അടിച്ച് പെരുമാറുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നികേഷും സുഭാഷേട്ടനും അവിടെ എത്തിയിട്ടുണ്ടാവും. എടുത്തി എന്ന് വിളിച്ച് നികേഷ് അടുത്ത് വരികയാണ്. എടുത്തിക്കൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. അപ്പോഴേക്കും അവളുടെ തല ഇങ്ങനെ വല്ലാതെ കനം തോന്നി. തലേന്ന് മുഴുവൻ ഇങ്ങനെ ബോധം കിടത്തിക്കൊണ്ട് തന്നെ നിധിക്ക് നന്നായി തലവേദനിക്കുന്നുണ്ടാവും. അപ്പോൾ നിധിയെയും ചേർത്ത് പിടിച്ച് സുഭാഷ് അവിടെ തന്നെ ഉണ്ടാവും. ഇവർ 3 പേരും കൂടെ ചേർന്ന് സുധീഷും നികേഷും ഹരീഷും കൂടെ സൂര്യ നല്ല പെരുമാറുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഗുണ്ടകൾ ഓടി വരുന്നുണ്ട്. ഗുണ്ടകളും അവർ നന്നായി പെരുമാറി ആട്ടി ഓടിക്കുകയാണ്. സൂര്യക്ക് നല്ല അടി കിട്ടി. സൂര്യയുടെ കൈയും കാലെല്ലാം മുറിച്ചിട്ടിട്ടാണ് അവരിവിടുന്ന് പോകുന്നത്. ഗുണ്ടകളാട്ടോ സൂര്യയെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ സൂര്യയുടെ വീട്ടുകാർ സൂര്യയോട് ചോദിക്കുന്നത്, എന്ത് പറ്റിയതാ മോനെ നിനക്കെന്ന് ചോദിക്കുമ്പോഴും സൂര്യ നാണക്കേട് കൊണ്ട് തന്നെ ഈ കാര്യമൊന്നും പറയുന്നില്ല, ആക്സിഡൻറ്റ് എന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ നിധിയും കൊണ്ട് വീട്ടിലേക്ക് പോവാട്ടോ. നിധി, ഞാൻ നിന്നോട് 100 തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം, ഞാൻ നിന്നെ കൊണ്ടുവരാമെന്ന്. അതിന് കേൾക്കത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. അതൊന്നും വേണ്ട. അവന് എന്നെ അച്ഛൻ കാണണമെന്ന് പറഞ്ഞ് എൻ്റെ ഓഫീസിലേക്ക് കയറി വന്നിട്ട് അവന് ആ സമയത്ത് ഞാൻ അച്ഛനെ ഉണ്ടെന്ന് കരുതി വിശ്വസിച്ച് അവൻ്റെ കൂടെ പോയി. അതാ എനിക്ക് പറ്റിയ അബദ്ധം. അപ്പോൾ ഒരു പിടിവലി നടന്ന ലക്ഷണം കണ്ടല്ലോ. അതെ, അവൻ്റെ ഭാവം കാറിൽ വെച്ച് മാറിയപ്പോൾ ഞാനത് ആ ഡോറ് തുറന്ന് ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് എൻ്റെ ബാഗ് താഴെ പോയതും എന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഓഫീസിലുള്ളവർ ആരും നീ അവൻ്റെ കൂടെ പോയത് കണ്ടില്ല? ഇല്ല, എൻ്റെ കൂട്ടുകാരി അവൾ അപ്പുറത്തേക്ക് മാറി നിന്നിരുന്നു. ആ സമയത്ത് സൂര്യ വന്നത്. പിന്നീട് അച്ഛന് വയ്യെന്നും അച്ഛൻ ഹോസ്പിറ്റലാണെന്നും എന്നെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുമെന്ന് വന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല, അവൻ്റെ കൂടെ പോയി. നിധി, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട്. എന്നാൽ സുധീഷിനെ അറിയാമായിരുന്നത് അല്ല നിധി, നീ അവനോടൊരു ഡയലോഗ് അടിച്ചല്ലോ, അത് ഞാൻ കേട്ടായിരുന്നു. എന്ത് ഡയലോഗ് എന്ന് നിധി ചോദിക്കുമ്പോൾ, അത് പിന്നെ എൻ്റെ ഭർത്താവ് അവൻ വന്ന് നിന്നെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞില്ലേ? ഓ അതോ, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. അതൊക്കെ കേട്ടിട്ട് സുധീഷ് ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കാട്ടോ. അപ്പോഴാണ് ഈ നിധി പറയുന്നത്, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ അവനെ വിരട്ടിക്കാനായിട്ട്. അവൻക്കറിയില്ലല്ലോ നീ എൻ്റെ ഭർത്താവല്ലെന്ന കാര്യം, അത് അവനെ അറിയിക്കണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് നിധി പറയുമ്പോൾ നിരാശയോടെ സുധീഷ് പറയാട്ടോ. ആ സമയത്ത് ഹരീഷ് വന്നിട്ട് സുധീഷിൻ്റെ തോളിൽ തട്ടിയിട്ട് പറയും, അതൊക്കെ ചുമ്മാ പറയാം ഏട്ടത്തിയുടെ ഏട്ടനെ കണ്ടപ്പോൾ ഏട്ടത്തിയുടെ കണ്ണുകൾ കാണാമായിരുന്നു, 1000 നക്ഷത്രം തിളങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു. ഏട്ടത്തിക്ക് ഏട്ടൻ രക്ഷിക്കാൻ വരുമെന്ന ഒരു തോന്നൽ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണ് ഏട്ടത്തിക്ക് എന്ന് പറയുമ്പോൾ സുധീഷിൻ്റെ മനസ്സിൽ ഒത്തിരി പൂക്കൾ വിരിഞ്ഞ പോലെ തോന്നാട്ടോ. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാട്ടോ. ആ ഒരു നിധിയെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ അവളെ രക്ഷിക്കാൻ പോകുന്ന ആ സീനൊക്കെ വളരെ ഇമോഷണലാണ് എങ്കിലും ലാസ്റ്റ് വളരെ സന്തോഷകരമായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്.